ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ മേക്ക് ഓവറാണ് കേട്ടോ. ഇപ്പോൾ ഡിസംബർ മാസമാണല്ലോ. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേർക്കും ഇഷ്ടപ്പെട്ട മാസം ഡിസംബർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാലോ, ക്രിസ്മസ് മാസമാണ്. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ കരുതി ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുക്കി പറക്കി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഈ കൊല്ലം എടുക്കാൻ വേണ്ടി. അങ്ങനെ കാത്തിരുന്ന് ഡിസംബർ മാസം എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പം സെറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാനൊരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോബ് ആയിട്ടുണ്ട്. അപ്പോൾ സൺഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പം വരുന്ന ടൈമിലായാലും എനിക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. സൺഡേ മാത്രം ഓഫായതുകൊണ്ട് തന്നെ എനിക്ക് സൺഡേ ഞാൻ കൂടുതലായിട്ട് എനിക്ക് തന്നെ ഹെറ്റിക്കായിട്ടൊന്നും ചെയ്യാറുമില്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്ന് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. പുൽക്കൂട് വയ്ക്കുന്നില്ല. പുൽക്കൂട് ഞാൻ പൊതുവേ കഴിഞ്ഞ കൊല്ലവും ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തതുകൊണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാതെ. അപ്പോൾ ഞാൻ കരുതി പുറത്താണ് സാധാരണ ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാറ്. എനിക്ക് എൻ്റെ റൂമിൽ ഒരു ക്രിസ്മസ് വൈബ് വേണമെന്നൊരാഗ്രഹം. അപ്പോൾ കരുതി റൂമിൽ സെറ്റ് ചെയ്യാം. എന്താ ബാക്കിൽ കാണുന്ന എൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റഡി ടേബിളാണ്. അത്യാവശ്യത്തിലധികം നല്ല ക്വാളിറ്റി കിടക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ടൈം കിട്ടാറില്ല. ടൈം കിട്ടിയാൽ തന്നെ മടിയാണ്, പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ കരുതും വലിയ ട്രീ ആണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ല ഗായ്സ്, കുട്ടി ട്രീ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ഒരു വെള്ള ടവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ടേബിൾ ടോപ്പിലൊന്ന് വിരിച്ചെടുക്കാം. അങ്ങനെ ഇതാ ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ള കളർ ടവൽ എടുത്തത്. അങ്ങനെ ഇതാ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രിസ്മസ് ട്രീനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ എന്താ 2 കുട്ടി ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെ നന്നായിട്ടിരിക്കും. അങ്ങനെ സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീനെ ഒന്ന് നൂത്തെടുക്കാം. നമ്മളിങ്ങനെ മടക്കിയാണല്ലോ ക്രിസ്മസ് ട്രീ വച്ചേക്കുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ നൂത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 ക്രിസ്മസ് ട്രീയും നൂത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാൻ കേട്ടോ. ഇതുപോലത്തെ ബോൾസ് ആഡ് ചെയ്യാൻ കേട്ടോ. എൻ്റെ 2-3 കളർ ബോൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ 2 ട്രീയിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടി കുട്ടി ഗിഫ്റ്റ് സാന്താക്ലോസിനെയൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് യൂസ് ചെയ്ത് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഞാൻ വച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ 4 ചുറ്റും ഒരു സിൽവർ ഗാർലൻഡും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രിസ്മസ് ട്രീയുടെ താഴത്തെ സ്റ്റാൻഡ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ഗ്രീൻ ഗാർലൻഡ് യൂസ് ചെയ്ത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു സ്റ്റാറും ക്രിസ്മസ് ട്രീയുടെ മുകളിൽ 2ലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സാന്താക്ലോസിനെ ആഡ് ചെയ്യാം. അങ്ങനെ ഡെക്കറേറ്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു മേരി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരാളില്ലാതെ ക്രിസ്മസ് ട്രീ പൂർത്തിയാകില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി അയാൾ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് കാണണ്ടേ? ഇതേ കണ്ടോളൂ. അങ്ങനെ ഞാനൊരു ചെറിയ പുൽക്കൂട് സെറ്റ് ചെയ്ത് കേട്ടോ. പുൽക്കൂട് സെറ്റ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പുൽക്കൂട് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ട്രീ അല്ലേ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ വൈക്കോൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുറേ സീരിയൽ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു സീരിയൽ ലൈറ്റ് എടുത്തപ്പോൾ കംപ്ലൈൻറ്റ് ആയിരുന്നു. ബാക്കിയുള്ള സീരിയൽ ലൈറ്റൊന്നും കാണാനില്ല. എവിടെയാണ് എടുത്ത് വെച്ചതെന്ന് ഒരു പിടിയുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഔസ്യപിതാവിനെ, ഉണ്ണീശുവിനെ, മാതാവിനെയൊക്കെ ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ ഇതുപോലെ ക്രിസ്മസ് കഴിഞ്ഞ ടൈമിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ വെച്ചെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ എനിക്കിനി ഒന്നേന്ന് അവരെയൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പുൽക്കൂട്ടിലുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. എന്തായാലും ക്രിസ്മസിന് നമ്മളുടെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീയുടെയും പുൽക്കൂടിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ കുട്ടി ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.